RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ നൃത്താധ്യാപിക സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. നെടുമങ്ങാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയുടേതാണ് നടപടി. അമീൻ നൽകും വിശദാംശങ്ങൾ. അമീൻ, ഇപ്പോൾ സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിനിത, ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ RLV രാമകൃഷ്ണനെ ജാതീയമായി നൃത്താധ്യാപിക സത്യഭാമ അധിക്ഷേപിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചാണ് പരാതി നൽകിയിരുന്നത്. ഈ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരം നെടുമങ്ങാടുള്ള പ്രത്യേക പട്ടികജാതി പട്ടികവർഗ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്ന സത്യഭാമ. എന്നാൽ ഇന്ന് കേസ് പരിഗണിച്ച കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. അതേസമയം ഈ അഭിമുഖം നൽകിയ ഓൺലൈൻ ചാനലിന്റെ ഉടമയും ഇതിൽ പ്രതി ചേർത്തിരുന്നു. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും അതേസമയം സത്യഭാമയ്ക്ക് മുൻകൂർ ജാമ്യം തള്ളുകയും ചെയ്തിരിക്കുകയാണ്. ഇനി പോലീസിന്റെ ഇക്കാര്യത്തിലുള്ള തുടർ നടപടിയാണ് ഏറെ ശ്രദ്ധേയമാവുക. RLV രാമകൃഷ്ണൻ നൽകിയ പരാതിയിൽ മറ്റൊരു കേസ് തിരുവനന്തപുരം മഞ്ചൂർ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു വ്യക്തി നൽകിയ പരാതിയിലാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തതും. ആ കേസിന്മേലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടിപ്പോയ സത്യഭാമയ്ക്ക് കോടതിയിൽ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ശരി, അമീനാണ് വിവരങ്ങൾ നൽകിയത്.